ഹലോ നമസ്കാരം. അങ്ങനെ ഫൺ ഫാമിലിയുടെ ഫൺ റൈഡ് ഈ പാടവരമ്പത്തിലൂടെ എത്തിയിരിക്കുന്നത് എറണാകുളം മുളന്തുരുത്തിയിലാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ കുറേയേറെ പണികളും സമ്മാന കാഴ്ചകളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ വിളിച്ചുള്ളത് സോളി ചേച്ചിയാണ്. സോളി ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള ജോഷി ചേട്ടനാണ്. അപ്പോൾ എന്തൊക്കെ ടാസ്കുകളാണ്, പണികളാണ്, സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. പോവാ. അങ്ങനെ സോളി ചേച്ചി നമ്മുടെ പ്രധാന കക്ഷിനെ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. സോ ആദ്യം പരിചയപ്പെടുത്തേ. നമസ്കാരം. പേര് പറയും. ജോഷി. ജോഷി എന്ത് ചെയ്യുന്നു? അടിപൊളി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ്. ശരിയാണ്. ആണ്. എനിക്ക് ആഗ്രഹം പോലെയല്ല, ഈ ഫീൽഡിൽ വന്നാലാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പലർക്കും എന്താണെന്ന് അറിയത്തില്ല. എന്റെ ജോലി ഭാരം ഭയങ്കര കൂടുതലാണോ ഉണ്ട്. നമുക്ക് സമയത്തിന്റെ ആണോ അതോ സമയത്തിനൊക്കെയാണ് ഏറ്റവും പ്രശ്നം. 10-12 മണിക്കൂർ ഒരു ദിവസം ജോലി വരും. ഇതിപ്പോ ഏറ്റവും കൂടുതൽ മുടക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വലിയൊരു മെജോറിറ്റി ആൾക്കാർ ഈ സ്ഥാപനം മുടക്കം വരാതെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. ഒന്നാം തീയതിയിലത്തെ മുടക്കം ഉണ്ടാവാൻ പാടില്ല, പ്രധാന ദിവസങ്ങളിൽ മുടക്കം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ സൗഹൃദങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ പേരിൽ കൂടിയിട്ടുണ്ടോ? സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ നിൽക്കാതെ വേറെ തരത്തിൽ ജോലി ചെയ്യണത് മെയിൻ കാരണം. കാരണം ഒരുപാട് പരിചയക്കാർ വന്നിട്ട് ക്യൂല് നിൽക്കാതെ ബില്ല് അടിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കടം ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പല കേസുകൾ. അത് നമ്മുടെ സ്വന്തം സ്ഥാപനം പോലെ ജോലിച്ചായിട്ടും പരിചയക്കാരനാണല്ലോ. പിന്നെ നാളെ അടുത്ത ആഴ്ച കൊടുത്താലും മതിയല്ലോ പൈസ. ഈ വിളിച്ചു പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഒന്ന് പൂട്ടി വരുമ്പോ കൊണ്ടുവന്നോ, വൈകിട്ട് ഞങ്ങൾ കൈപ്പറ്റിക്കോളാം. ഉണ്ട്. ഇതിപ്പോ മറ്റേ ഒന്നാം തീയതി കോട്ടയിലെ പട്ടാളക്കാരനെക്കാളും ഡിമാൻഡ് ഉണ്ട് ജോഷിയായിട്ട്. ഇലക്ഷനിൽ നിന്ന് ജയിക്കാതെ. യെസ്. അപ്പൊ എന്നാലും ജോഷിയുടെ വിഷയം കേട്ടു. സോളി ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഹൗസ് വൈഫാണ്. പിന്നെ കുറച്ച് ആർട്ട് വർക്കും ഇല്ല, അങ്ങനെ ഒരുപാടൊന്നുമില്ല. അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെയാണ് സമയം പോണത്. നമ്മൾ കയറി വരുമ്പോ തന്നെ അതായത് നഴ്സറി ഏതായാലും നമുക്ക് ഷോപ്പില് പർച്ചേസ് ചെയ്യാൻ അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരം ജോഷിയായിട്ട് എല്ലാ സമയത്ത് നേരം കൊല്ലുന്നതൊക്കെ ഇതിലാട്ടാണ് അല്ലെ കൂടുതൽ പോകുന്നത്. ഈ നിങ്ങൾ രണ്ടുപേർക്കൊപ്പം ആരാണ് മക്കളായിട്ട് ആരാ ഉള്ളത്? അയർലൻഡിലാണ്. ഒരാൾ തന്നെയാണോ? ഒരാളുള്ളൂ. എന്താ ചെയ്യുന്നത്? നഴ്സിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അയർലൻഡിൽ പോയിട്ട് 1.5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി കാര്യത്തിലോട്ട് കിടക്കാം അല്ലെ. ജോഷിയുടെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വിളിച്ചു വരുത്തിയുള്ളത് എന്തിനാണെന്നറിയോ? സ്വാഭാവികമായിട്ടും പണി തരാനാണ് അല്ലെ. അപ്പൊ എന്തായാലും സോളി ചേച്ചി മനസ്സിൽ ഒരു പണി കണ്ടിട്ടുണ്ട്. ആ പണി ഇപ്പൊ നമ്മളോട് പറയും. അത് ജോഷിയേട്ടൻ ചെയ്യണം അല്ലെ. എന്ത് പണിയാ കൊടുക്കണ്ടേ? ആള് എങ്ങനെയാന്ന് വെച്ചാല് പാചകം ബിഗ് സീറോയാണ്. എന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ, ഇറച്ചി വാങ്ങി അത് നുറുക്കി കഴുകി പുറക്കി, അല്ലെങ്കിൽ മീനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും മറ്റ് തേങ്ങ ഇരണ്ടി തരിക, അങ്ങനത്തെ ഹെൽപ്പ് എല്ലാം ഉണ്ട്. കട്ടിങ് ക്ലീനിങ് പരിപാടി എല്ലാം ഉണ്ട്. അതൊരു ഭാഗമായിട്ട് ഒന്നുമില്ലാത്ത അത് മോശമൊന്നല്ല. ഏറ്റവും താല്പര്യം തന്നെയാണ് അവർക്ക്. അത് സൈഡ് റെഡിയായി കൊടുക്കുന്നതാണല്ലോ മെയിൻ കാര്യം. അപ്പൊ അത് വലിയ കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് നല്ല സഹായമാണ്. കാരണം രാവിലെ ആണെങ്കിലും ചായയും ചോറും എല്ലാം കൂടെ റെഡി ആക്കണമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പുള്ളി അത് ചെയ്തു തരും. പക്ഷെ ഞാൻ വീട്ടിലോ മറ്റോ പോയി കഴിഞ്ഞാല് പക്ഷേ ഈ പാചകം ഒന്നും അറിയത്തില്ല. അപ്പൊ രാവിലെ പുട്ടുണ്ടാകണമെങ്കിൽ തന്നെ ഞാൻ പോകുമ്പോ പൊടി നനച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. അങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പാചകം കക്ഷിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളത്. ഇത് ശരിക്കും പാചകം അറിയാത്തതിന്റെ പേരിലല്ല. ചേച്ചി സ്വന്തം വീട്ടിൽ പോവാണെങ്കിൽ ചേച്ചിന് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതിന്റെ ഇതൊരു കാരണമായി പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പണി എന്തെങ്കിലും അതായത് ഇപ്പൊ ഞാൻ കരുതി വെച്ചേക്കുന്ന കുറച്ച് ബീഫാണ്. അപ്പൊ ബീഫും കൊണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കട്ടെ. പുള്ളിക്ക് എളുപ്പമെന്ന് തോന്നണത് ആണെങ്കിൽ ബീഫ് കൊണ്ട് നമ്മളുള്ള കഴിച്ച കറികളെല്ലാം ജോഷിയുടെ ഓൺ റെസിപ്പി പരിപാടി ആണെങ്കിലും പിടിക്കാം അല്ലെ. ഇഷ്ടമുള്ള ഒരു സംഭവം ഉണ്ടാക്കട്ടെ. ജോഷേട്ടൻ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അല്ലെ ഒരു ബീഫ് പണിയിലേക്ക് പോവാം. അപ്പൊ എന്നാൽ ചേച്ചി വിട്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് എന്തായാലും കിച്ചൺ എന്തായാലും കട്ടിങ് ക്ലീനിങ് പരിപാടികളുണ്ട്, പരിചിതമായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ പോയിട്ട് ജോഷിയേട്ടന് ബീഫ് പണി കൊടുത്തിട്ട് വരാം. ഓക്കെ, പോവാം. പിന്നെ അല്ലെ അംഗം തുടങ്ങാനുള്ള സമയം കൂടിയാണ്. എന്താ ശരിക്കും ബീഫാന്ന് പറഞ്ഞു? ബീഫിൽ എന്താ പ്ലാൻ? ഞാൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൂടുതലും അദ്ദേഹം പറഞ്ഞല്ലോ ഈ പാചകം പൊതുവെ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ കിച്ചണിൽ കയറി പരിചയമുണ്ട്. ഓക്കെ. പിന്നീട് ഇതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ നാട്ടിലെ, എന്റെ സ്വന്തം നാട് കോതമംഗലം മൂവാറ്റുപുഴ. അപ്പൊ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ഇടയ്ക്കൊക്കെ മസാലൊക്കെ വരും. ഞങ്ങൾ ചെറിയൊരു കമ്പനിയൊക്കെ കൂടും. കാരണം കോർപ്പറേഷൻ ആണല്ലോ. അതെ. അപ്പൊ ഞങ്ങൾ അന്നേരം ഇദ്ദേഹം നന്നായിട്ട്
ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ മറ്റേ ബീഫ് ഡ്രൈ ഫ്രൈ ഞങ്ങൾ ചെയ്യാറുണ്ട്, ടച്ചിങ്ങിന് വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ, അതാണ് ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ആ ടേസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പൊ നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കാം അല്ലേ? ഇത് ബീഫ്, നമ്മുടെ ബീഫ് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് കഴിയെടുക്കാം. അരിയണം അല്ലേ? അത് ഒരുപാട് നുറുക്കണ്ട, അത് അരിയണം പിന്നീടാണ്. അരിയണ നമ്മള് ആദ്യം അരിയല്ല, മറ്റേ കറി ഉണ്ടാക്കുന്ന അരിയല്ല. കാരണം ഇത് ഇച്ചിരി നീളത്തിലൊക്കെ വേണമല്ലോ, അപ്പൊ ആദ്യം വേവിച്ചെടുക്കും. ഇതിപ്പോ 1/2 കിലോ ഇറച്ചിയാണ്, ബീഫ് അല്ലേ? എത്ര പേർക്കുള്ളതായിരിക്കും ഇത്? നമുക്ക് അത് മൂട് പോലെ ഇരിക്കും. അതെ, അത് തന്നെ. അത് മൂട് പോലെ അല്ല, ഉണ്ടാക്കുന്ന സാധനം പോലെ ഇരിക്കും. രണ്ടുണ്ട്. ആദ്യം ഒന്ന് വേവിക്കുക അല്ലേ? വേവിക്കണമെങ്കിൽ നമ്മള് വെള്ളം നമുക്കൊരു 1/4 കപ്പ് വെള്ളം മതി, ഒരുപാട് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം പ്രോസസ് നമുക്ക് എടുക്കാം. ഓക്കെ, മുളക് പൊടി വേണം. ചുമ കിട്ടി. മഞ്ഞൾപ്പൊടി കിട്ടി. ലേശം ഉപ്പാവാം, ബാഗിൽ ഉപ്പിടുന്നു. ഓക്കെ, ലേശം ഉപ്പ്. മഞ്ഞപ്പൊടി ഇട്ടു, സ്വല്പം ഉപ്പിട്ടു. ബീഫ് ആയതുകൊണ്ട് ചിക്കൻ പോലെയല്ല, നല്ല വേവുണ്ട്. എത്ര വിസിൽ? 7-8. 7-8. പട്ടിക്കൂടെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇല്ല, തൽക്കാലത്തേക്ക് നമുക്ക് അരിവയ്ക്കാം. പിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് പൊടികൾ അവിടെ ഇരിക്കുന്നത്. ഏതൊക്കെ വേണം? മസാലപ്പൊടി വേണം. ജിഞ്ചർ പേസ്റ്റ് ഇവിടെ ആയിരിക്കും. അതെന്താണ്? ഇത് നമ്മുടെ ജിഞ്ചറും മറ്റേ ഗാർലിക്കും കൂടിയിട്ട് മിക്സ് അല്ലേ? നമുക്ക് വേണ്ട പൊടികൾ അതിനകത്ത് ഏതൊക്കെ വേണ്ടേ? മസാലപ്പൊടി വേണോ? അല്ലല്ല, നമ്മുടെ ജീരപ്പൊടിയാണോ അത്? ഇത് പെരിഞ്ചീരകം. പിന്നെ ആ ഇടിച്ച മുളകില്ലേ, അതൊക്കെയാണല്ലോ ഇവരുടെ കുറച്ച് സ്പൈസി. കോൺഫ്ലോർ. ഓക്കെ. പിന്നെ നമുക്ക് ചേർക്കാത്ത സാധനം എന്താണുള്ളത്? മേളിൽ നോക്കി വിനാഗർ പാക്കിലുണ്ട്. ഇതും വേണം. ഇത് മതിയാവോ? വിനാഗർ. ഗരം മസാല അത് തന്നെ. അപ്പൊ ഇതിരിക്കുന്ന മസാലപ്പൊടി എന്താ? അത് വേണം, അത് അത്യാവശ്യം അല്ലേ? അത് കാണിച്ച് നോക്കി. ഇത് എന്താണെങ്കിലും രോഗം എടുത്തന്നല്ലേ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ തലേക്ക് ഇടാലോ. അല്ല, അത് സംഗതി അവസാനം പറയാലോ, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അതെ, ചേച്ചി വരുമ്പോ പറയാതെ കാര്യമില്ലാതെ ഇടപെട്ടതാണെന്നുള്ളത്. ഇനി നമുക്ക് ലേശം ഉപ്പ് ഇടാം. അതിലും മുളക് പൊടി വേണം. അപ്പൊ നമ്മുടെ സംഭവങ്ങൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ വെള്ളം വറ്റട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് ബീഫ് അത്യാവശ്യം ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് അരിയാം. നീളന സ്റ്റിക്ക് പരിവാകുമ്പോ തന്നെ കഴിക്കാൻ രസമല്ലേ? ഫ്രൈ അല്ലേ? ഫ്രൈ. പാത്രം വേണോ? കട്ട് ചെയ്ത് ഇടാൻ പാത്രമുണ്ട്, ഈ പാത്രം സൈഡിലേക്ക് തന്നെ ഇടാലോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഉള്ളിക്കൊപ്പം ഇരിക്കട്ടെ. ഫൈനൽ ലാപ്പ് അല്ലേ? നമ്മളത് ഫൈനൽ പീസിലേക്ക് കിടക്കാണ്. ഏകദേശം നമ്മുടെ അരിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ നമുക്കത് മിക്സ് ചെയ്യാം. ഓക്കെ, രോഗം പറഞ്ഞ മാതിരി നമുക്ക് കുറച്ച് ഒഴിക്കാം. കുറച്ച് ആവശ്യത്തിന് എടുക്കാം. അതെ, ഇനിയിപ്പോൾ കൂടി പോയെങ്കിൽ അതൊരു പ്രശ്നമാവുമല്ലോ. എല്ലാം നമ്മൾ ആവശ്യത്തിന് പാടുന്നു. ഏകദേശം ബീഫിലേക്ക് മസാല കറക്റ്റ് ആണ്. നമ്മൾ കണ്ടോ ഏകദേശം സംഭവം അല്ലേ? കറക്റ്റ്.
ചൂടായിക്കോട്ടെ. എണ്ണ ഇവിടെ റെഡിയാണ്. വെളിച്ചെണ്ണ റെഡിയല്ലേ? അപ്പൊ എനിക്ക് സ്ഥലങ്ങളൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. എല്ലാം പഠിച്ചു അല്ലേ? എല്ലാം പഠിച്ചു. നമ്മൾ ഇടുവാണ് കേട്ടോ. തിളക്കാനാണ് ഒരു മണം കിട്ടിയ നമ്മുടെ സാധനം കളറും സംഭവവും ഒരു കാര്യം മറന്നുപോയി. ചെറിയൊരു പണിയുണ്ട്. എന്താണ്? എന്നാലാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് പരിപാടി ശരിയാവും. ഫിനിഷിംഗ് ടച്ച് അല്ലേ? അതെ അതെ. അതിനെ അവരൊക്കെ കളർഫുൾ ആക്കണല്ലോ. ഇത് അവിടെ ഇരിക്കട്ടെ. ശ്രദ്ധിച്ചോളണം. ഉണ്ട് എന്റെ ഒരു നോട്ടുണ്ട്. നോട്ടം ഉണ്ടല്ലോ. ഇനി നോട്ടം കൂടുതലേ. മിളക് എറിയണേൽ വരെ ഒരു സ്റ്റൈലുണ്ട്. ചെരിഞ്ഞ അരിയില്. ഒരു ആനച്ചന്തൊക്കെ തോന്നുന്നുണ്ട്. കാഴ്ചയില് സെറ്റായിട്ടുണ്ട്. വെച്ച സാധനമൊക്കെ വേണം. വളപ്പില് വേപ്പില് കുറെ ഉണ്ട്, കുറച്ചധികം ഇടാം. സവോള അരിഞ്ഞിട്ടുണ്ട്. ഐറ്റം മതി. പിന്നെ ബീഫ് കാണില്ല. ഓക്കെ, അപ്പൊ ഐറ്റം റെഡിയാണ്. അതെ, ഇത് ടേസ്റ്റ് നോക്കാൻ വരുന്ന ആളോട് പറയണം ഇത് ചൂടാണെന്നുള്ള സംഭവം. അപ്പൊ എന്തായാലും ഫൈനലി സംഭവം ഇതേ കുക്ക് ചെയ്യാൻ മാത്രമല്ല, ഇതൊരു ടേബിളിലോട്ട് എങ്ങനെ സെർവ് ചെയ്യാന്നുള്ള വരെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സെർവ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വരെ അത്രയും ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊരു പ്ലേറ്റ് ആണ് കുറച്ച് അലങ്കാര പരിപാടി കൂടി നടത്തിയത് ജോഷേട്ടൻ. അപ്പൊ എന്തായാലും അല്ലേ ജോഷേട്ടൻ ഇനി ടെൻഷനാണ് വന്നിട്ട് ആളെന്ത് പറയുന്നുള്ളത്. അപ്പൊ വിളിക്കണ്ടേ? എന്താ വിളിക്കുക? കുഞ്ഞോളേന്ന് വിളിച്ചോ? കുഞ്ഞോൾ. യെസ്. ചേച്ചിയുടെ മുഖത്ത് സന്തോഷം ആദ്യം ഞാനിത് കാണട്ടെ. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഇച്ചിരി ഒരു പരന്ന പാത്രത്തിൽ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട് ഭംഗിയായേനെ. ഞാൻ ബീഫ് ചോദിക്കാൻ ആദ്യം ചോദിക്കട്ടെ, സത്യം പറ, ഈ മനുഷ്യൻ കുക്ക് ചെയ്യില്ലേ? ഒരിക്കലും ഇല്ല. ഇവിടെ നിന്ന് അരിയുന്നത് തൊട്ട് ഇൻഗ്രീഡിയൻസ് തൊട്ട് അവിടെ തീർന്നില്ല. കുക്കിങ്ങിന്റെ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ഇത് ഇവിടെ പറ്റും, ഇത്ര വേവുമതി, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഒരു സെക്കൻഡ് പോലും ആള് അമാന്തയ്ക്കോ സ്റ്റെക്കോ ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് സംശയമുണ്ട്. കാരണം ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആളെന്നുള്ള ഒരു ഇതിലും പറയില്ല. ഒന്നിനും ഇവിടെ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ജോഷിയേട്ടൻ കുക്ക് ചെയ്യില്ല എന്നുള്ളത് ചേച്ചിയുടെ അടുത്ത് കള്ളം പറഞ്ഞു. ഇതിലേത് സത്യം? ഇത് രണ്ടും ഇതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇത് സംഭവം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രാജേട്ടൻ വന്നു കഴിയുമ്പോ ഉണ്ടാക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഇതെന്താ സംഭവം. സോൾ ചേച്ചിയെ വെച്ച് മുമ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടില്ല എന്നുള്ള. ജോഷിയേട്ടൻ വേറെ കമ്പനി കൂടുന്നത് കുക്കിംഗ് പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് കമ്പനി കൂടുതൽ അല്ലേ? ഓക്കെ, അതെ അല്ലേ? അപ്പൊ എന്തായാലും ഐറ്റം കണ്ടല്ലോ. ഇതിനി കഴിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് സംഭവം വരണം. ഓക്കെ, എടുത്തോളൂ. ചൂടുണ്ടാവും. എങ്ങനെയുണ്ട്? കൃത്യമായിട്ട് ഇത് മറ്റേ ടീച്ചർമാർ മാർക്കിടുന്ന പോലെ കാര്യമായിട്ട് ആലോചിച്ചിട്ടൊക്കെ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. കൂടുന്നുള്ള പേടി തുടക്കം മുതലുണ്ട്. അതുകൊണ്ട് കുറച്ച് ഓക്കെ. പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. മസാല ഒക്കെ എങ്ങനെയുണ്ട്? ചെറുതായിട്ടൊരു ഇതിന്റെ മല്ലിയുടെ ആണോ എന്തോ ഒരു ഇതുണ്ട്, ഉണ്ടല്ലേ? അത് ഇവിടെ ഇരിക്കുന്ന ഈ പാത്രങ്ങളിൽ ഏതെങ്കിലും മിസ്സാവണ്ട വെച്ചിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് മല്ലിയാണോ മഞ്ഞപ്പൊടിയാണോ എന്ന് നോക്കിയിട്ടില്ല. അതറിയില്ല. അതെ, പണ്ട് മുതലേ ആരും ഒഴിവാക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നോക്കണ്ടേ? തീർച്ചയായിട്ടും ഒന്ന് കഴിക്കുക. ഞാൻ ഇത്ര നേരം നിന്ന് ഞാൻ ഇവിടെ ഇരുന്നുള്ള എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്താണ്.
അപ്പൊ എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറയില്ലെങ്കിലും അതിൽ കള്ളത്തരം നന്നായിട്ട് മണക്കുന്നുണ്ടെങ്കിലും സംഭവം ഉഷാറായിരുന്നു. അല്ലേ, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ധൈര്യമായിട്ട് ഇനി മൂവാറ്റുപുഴയ്ക്ക് എവിടേക്കും പോയി നിന്നോ, ജോഷായിട്ട് ഇവിടെ നിന്ന് നോക്കിക്കോളൂ. വേറെ എക്സ്ക്യൂസ് പരിപാടികളൊന്നും പറയില്ല. ഓക്കെ, റെഡി. അപ്പൊ എന്തായാലും ഇവിടുത്തെ പണി ഉഷാറായിട്ടുണ്ട്. പിന്നെ എന്തായാലും ചേച്ചിനായിട്ട് ഫൺ സെഗ്മെന്റിൽ നമുക്ക് കാണാം. അപ്പൊ അതിനു മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്. ഹേ, വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി. അങ്ങനെ നമ്മുടെ സോളി ചേച്ചിയായിട്ട് നമ്മുടെ ഒരു ഫൺ റൈഡ് ഇവിടുന്ന് തുടങ്ങാൻ പോവാണ് അല്ലെ. ഒരു ഗെയിം സെഗ്മെന്റ്. ചേച്ചി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ള രീതിക്ക്. പക്ഷെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ 6 ക്യാൻ ഇരിക്കുന്നുണ്ട്. ഐഡിയ കിട്ടിയോ എന്തെങ്കിലും? ഇല്ല. വളരെ സിമ്പിൾ ആണ്. ഈ 6 ക്യാനെ നമ്മൾ ഒന്നിപ്പിക്കണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. പക്ഷെ ആ കൊണ്ടുവന്ന് വെക്കുന്ന വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് ഒരു ക്യാൻ എടുത്തു, അത് ഇതിനോട്ട് മേലെ വെച്ച് താഴെ പിടിക്കണം. ഇന്ന് വീണ്ടും ഇവിടുന്ന് എടുത്തിട്ട് മേലോട്ട് പോകണം. മേലോട്ട് പോകുമ്പോഴാണെങ്കിലും നമ്മൾ വെക്കേണ്ട കൈ താഴെയാണ്. ഓക്കെ, ജോയിന്റിലൊന്നും പിടിച്ച് അതിബുദ്ധി കാണിക്കരുത്. ഓക്കെ, അപ്പോ അങ്ങനെ 6 ക്യാൻ എടുത്ത് ലാസ്റ്റ് ഈ പോയിന്റിൽ എത്തിക്കണം. പക്ഷെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇതിവിടെ എത്തിക്കണേക്കാളും മുമ്പ് 1 മിനിറ്റ് കഴിയരുത്. ഒറ്റ മിനിറ്റിൽ ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ട്. എന്റെ കൈ ഇല്ലല്ലോ. അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. അപ്പൊ ഞാൻ ടൈം തരും. ആ ടൈമിനുള്ളിൽ പോവാം. റെഡി? സോൾ ചേച്ചി റെഡിയാണോ? റെഡിയാണ്. സോൾ ചേച്ചി റെഡിയാണ്. നിങ്ങൾ റെഡിയാണല്ലോ അല്ലെ? പോവാലോ. സോ 3, 2, 1 ഹിയർ വി ഗോ. ഫാസ്റ്റ് ചെയ്തോ. ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. 2 കൈ പിടിക്കരുത്. 1 കൈ കൊണ്ട് പിടിക്കാൻ പാടുള്ളൂ. 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാലൻസ് ചെയ്തോ. താഴെ പോവാതെ പിടിച്ചോ. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഴാതെ ഇളകാതെ. ചെറുതായിട്ട് ആടുന്നുണ്ടോ എന്നൊരു സംശയം. പോയി. പത്ത് സെക്കൻഡ്സ് കൂടെ. 9, 8, 7, 6, 5, 4, 3, 2, 1. ടൈം പോയി പറഞ്ഞ് പെട്ടെന്ന് ടെൻഷൻ ആയതാണോ? അല്ല, ഉണ്ട്. പക്ഷെ അതുവരെ ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും എന്തായാലും കൂടുമ്പോ ഒന്നും ആടുന്നുണ്ട്. ഇത്രയും വലിയ ചെടിച്ചട്ടിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളല്ലേ. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മുടെ സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ജസ്റ്റ് മിസ്സായി. പക്ഷെ ഞാൻ നിരാശപ്പെടുത്തില്ല. പക്ഷെ അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടേ വിടും. യെസ്, അപ്പൊ അതെ, കൈ നിറയെ സമ്മാനങ്ങൾ ഞാൻ എത്തിയിട്ടുണ്ട്. അത് വാങ്ങാൻ കൂടെ ജോഷി ചേട്ടനും വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഗെയിമൊക്കെ കണ്ടോ? കണ്ടു. എന്ത് തോന്നി? ജസ്റ്റ് മിസ്സായാലും ചെറിയ വിഷമമുണ്ട്. ഒന്ന് ബാലൻസ് ചെയ്യാൻ, ലൈഫിൽ പാർട്ണറായിട്ട് ബാലൻസ് ചെയ്യണ പോലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ തോന്നിയിരുന്നു. വന്നിട്ട് തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു അല്ലെ. ആ പ്രതീക്ഷ അവിടെയാണ്. സോൾ ചേച്ചി ലൈഫ് തന്നെ ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ജോഷി തന്നെ അല്ലെ വലിയ പങ്കുണ്ട് അല്ലെ. ലൈഫ് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ. യെസ്, അപ്പൊ എന്തായാലും കുറച്ചധികം ഗിഫ്റ്റ് ഉണ്ട്, തരട്ടെ. അപ്പൊ സന്തോഷത്തോടെ വാങ്ങിക്കോളൂ. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബ്രാൻഡ് നൽകുന്ന ബാത്വേഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. പ്രകൃതിയുടെ തനിമയോടെ നിങ്ങളുടെ ഓരോ ദിവസവും ധന്യമാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ചായ പിടിച്ചോളൂ. ജന്നാസ് സ്പെഷ്യൽ ടീ. ഏത് പ്രായക്കാർക്കും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതിത്വമായിട്ടുള്ള മധുരം, സ്വീറ്റ്, ഹെൽത്തി സ്വീറ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ബന്ധുക്കൾക്കുമൊക്കെ കലർപ്പില്ലാത്ത മധുരം നൽകട്ടെ. കൈനിറയെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തിൽ വൈബിന് ഒരു 2 വരി പാട്ടായാലോ? ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, അനുദിനമെന്നിൽ വിടരും ആരാധന മധുരാഗം നീ, ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ.
വരികള് മ്യൂസിക് വരുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഗ്യാപ്പ് പോകുന്നത് കേട്ടോ. ആളിവിടുന്ന് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അങ്ങനെ ഭാവത്തിൽ ഇങ്ങനെ നിന്ന് പോവാണ്. സമ്മാനങ്ങൾ കൊണ്ട് അല്ലെ സന്തോഷമായി, ഞാൻ പാട്ട് കൊണ്ട് ഹൃദയവും നിറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പോൾ കുറേ അധികം അല്ലെ ഗിഫ്റ്റുകളും പണികളായിട്ട് ഇത്ര നേരം നമ്മൾ കുറേ അധികം വിശേഷത്തിലായിരുന്നു. ജോഷിയുടെ അതുപോലെ തന്നെ സോൾ ചേച്ചിയുടെ. അപ്പോൾ ഇതുപോലെ കുറേ അധികം പണികൾ സമ്മാനങ്ങളായിട്ട് നിങ്ങൾ തേടി തരണ്ടേ? എടാ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലെ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഇതുപോലെ കുറേയേറെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തും. അപ്പോൾ അതുവരെയും അല്ലെ പുതിയൊരു അധ്യായം പുതിയൊരു എപ്പിസോഡ് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാറ്റ അവിടെ കൊടുത്തേ. ബൈ.